സഹീഹായ ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിനെ വഴിപ്പെടുക, ഒരു കാര്യത്തിലും അള്ളാഹുവിനോട് എതിര് ചെയ്യാതിരിക്കുക, അള്ളാഹുവിനെ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം, ഒരിക്കലും അള്ളാഹുവിനെ മറക്കരുത്, അള്ളാഹുവിന് എപ്പോഴും നന്ദിയുള്ളവരാകണം, ഒരിക്കലും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കരുത്. ഇതാണ് ഹഖ്ഖത്തുഖാത്തി, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വയുള്ളവരായി തീരണം എന്ന് പറഞ്ഞതിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ അനിഷ്ടങ്ങളോ ഇതൊന്നുമല്ല അവിടെ പരിഗണിക്കേണ്ടത്. റബ്ബിന്റെ കൽപ്പനയാണോ, ആ കൽപ്പനയെ നമ്മൾ അതേപോലെ തന്നെ അനുസരിക്കുക എന്നുള്ളത്, ഒരിക്കലും അതിന് എതിര് പ്രവർത്തിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ, പടച്ചവനെ പറ്റിയുള്ള ചിന്തയും പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയും ഉണ്ടാകണം. മൂന്നാമത്തത് ഈ കാണുന്നത് മുഴുവനും, നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത് മുഴുവനും, അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ ആയുസ്സായിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരമായിക്കൊള്ളട്ടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കുടുംബമായിക്കൊള്ളട്ടെ, നമുക്ക് കിട്ടിയ ഏത് നിഅമത്തുകളും അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കുകയും അതിനനുസരിച്ച് അള്ളാഹുവിന് നന്ദിയുള്ളവരാവുകയും ചെയ്യണം, ശുക്റുള്ളവരായി തീരണം. ഇത് 3 കൂടി ചേരുമ്പോഴാണ് ഹഖ്ഖത്തുഖാത്തിഹി, യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി തീരണം എന്ന് അള്ളാഹു പറഞ്ഞ ആശയത്തിലേക്ക് എത്തുക. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ തഖ്വ ഉണ്ടാകണം, അല്ലെങ്കിൽ തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്നാമത്തത് അള്ളാഹുവിന് കഴിവിന്റെ പരമാവധി വഴിപ്പെടുക, അനുസരിക്കുക, എതിര് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് അള്ളാഹുവിന്റെ സ്മരണ ഹൃദയത്തിൽ നിലനിർത്തുക, ഓർമ്മ നിലനിർത്തുക, ഒരിക്കലും മറക്കാതിരിക്കുക. മൂന്നാമത്തത് പടച്ച റബ്ബ് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക, നന്ദി രേഖപ്പെടുത്തുക. എന്നിട്ട് അവസാനം പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത്. കാരണം മുസ്ലിം അല്ലാതെ മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും, ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ആയത്ത് എന്ന് പറയപ്പെടുന്നത് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ മരിക്കുന്ന സമയം വരെ ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താണ്? വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. അള്ളാഹുവിന്റെ കയറിനെ, അള്ളാഹുവിന്റെ കയ്യെ, അള്ളാഹുവിന്റെ പാർശ്വത്തെ, ഏതും പറയാം, അള്ളാഹുവിന്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്, ഭിന്നിക്കരുത്. ഓരോ മുഅ്മിനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭിന്നത പാടില്ല, ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കണം. ഒപ്പം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബാക്കളെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഓർമ്മപ്പെടുത്തിയത്? ഒരു സംഭവമാണ് ഓർമ്മപ്പെടുത്തിയത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന ഒരു നിഅമത്തിനെ നിങ്ങളൊന്ന് ഓർക്കണേ. എന്താ നിഅമത്ത്? ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളായിരുന്നു നിങ്ങൾ. മദീനയിലെ ഏറ്റവും പ്രബലമായ 2 ഗോത്രമായിരുന്നു ഔസ് ഖസ്റജ് എന്ന് പറയുന്നത്. ഔസ് ഖസ്റജ് എന്ന് പറയപ്പെടുന്ന 2 ഗോത്രം. അവിടുത്തെ ഏകദേശം ആളുകൾ മുഴുവനും ഈ 2 ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അന്നൊക്കെ ഈ ഗോത്രവർഗങ്ങളാണല്ലോ കൂടുതലുണ്ടായിരുന്നത്. ഈ 2 ഗോത്രവർഗങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളോളം വൈര്യത്തിലും ശത്രുതയിലും യുദ്ധങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളായിരുന്നു. പരസ്പരം കണ്ടുമുട്ടിയ ഉടനെ യുദ്ധം, അടിയാണ്, ചോദ്യമൊന്നുമില്ല. നേർക്ക് നേർ കണ്ടുമുട്ടിയാൽ അടിയാണ്. ഇങ്ങനെ കലഹിച്ചിരുന്ന ആളുകളായിരുന്നു നിങ്ങൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തെ കോർത്തിണക്കി. നോക്കൂ,
രണ്ട് ഗോത്രങ്ങളായി നിന്നുകൊണ്ട്, ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് രണ്ട് നാടുകളായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകളായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളായി നിന്നുകൊണ്ടിട്ട് പരസ്പരം പോരടിച്ച് വഴക്കുണ്ടാക്കി ഭിന്നിച്ച് കലഹിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന രണ്ട് വിഭാഗത്തെ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, ഹൃദയങ്ങളെ പരസ്പരം അല്ലാഹു തആല കോർത്തിണക്കി. പരസ്പര ശത്രുക്കളായി പോരടിച്ചിരുന്നവരുടെ ഹൃദയത്തെ, അവരുടെ ഹൃദയത്തിൽ നിന്ന് വൈര്യത്തെ എടുത്തു മാറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ കോർത്തിണക്കി. എന്നിട്ടോ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ പരസ്പരം സഹോദരങ്ങളായി മാറി. എങ്ങനെ? നമ്മൾ സാധാരണ ഇന്ന് പറയാറുണ്ട്, ഇതിനെ പറയാൻ പറ്റില്ല, ഉദാഹരണത്തിന് പറയാൻ പറ്റില്ല, ഉമ്മാടെ വയറ്റിൽ നിന്ന് പിറന്ന മക്കൾ എന്ന്. കാരണം ഇന്നങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഉമ്മാടെ വയറ്റിൽ നിന്ന് പിറന്നു വന്നവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശത്രുക്കളായി മാറുന്നത്. ജ്യേഷ്ഠനിയന്മാർ, പെണ്ണന്മാർ, സഹോദരങ്ങൾ, സഹോദരികൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളായി, ഏറ്റവും കൂടുതൽ ഭിന്നിച്ചു നിൽക്കുന്നത് അവരായി കാണാൻ കഴിയും ചിലയിടങ്ങളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഓർമ്മപ്പെടുത്തി നിങ്ങൾ പരസ്പരം എന്തായി മാറി? സഹോദരങ്ങളായി മാറി, ഉറ്റമിത്രങ്ങളായി നിങ്ങൾ മാറി, സഹോദരങ്ങളായി മാറി. ആ കാഴ്ച നിങ്ങൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചോളണം, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്ന ഈ രണ്ട് ഗോത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ കൂട്ടിയിണക്കി പരസ്പര സഹോദരങ്ങളാക്കി, ഉറ്റമിത്രങ്ങളാക്കി മാറ്റിയ ഈ നിഅമത്ത്, അല്ലാഹ് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണേ. അങ്ങനെ ഓർത്തുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുകയും നിങ്ങൾ ഭിന്നിക്കാതിരിക്കുകയും ചെയ്യണം. മാത്രമല്ല നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ, നരകമെന്ന് പറയപ്പെടുന്ന വലിയ ആഴമേറിയ കുണ്ട് അല്ലെങ്കിൽ കുഴി, ആ കുഴിയുടെ വക്കിൽ അതിലേക്ക് ആപതിക്കാൻ നിങ്ങൾ അടുത്തിരുന്ന ആളുകളായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻഖദകും മിൻഹാ, നിങ്ങളുടെ പിരടിയിൽ പിടിച്ചിട്ട് ആ ആഴത്തിലേക്ക് നിങ്ങൾ ആവതിക്കുന്നതിൽ നിന്ന്, വീഴുന്നതിൽ നിന്ന്, നരകക്കുണ്ടിൽ നിന്ന് അല്ലാഹു മെല്ലെ നിങ്ങൾക്ക് ഈമാൻ നൽകി അല്ലാഹു അവിടുന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ ഓർക്കണം കേട്ടോ. രണ്ട് നിയമത്തായി ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്കിതാ ഓരോന്നോരോന്നായി വിശദീകരിച്ചു തരുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലായിത്തീരുന്നതിന് വേണ്ടി, നേർവഴിയിലായിത്തീരുന്നതിന് വേണ്ടി. ഇവിടെ മുഅ്മിനീങ്ങളോട്, നമ്മുടെ മുൻഗാമികളായ മുഅ്മിനീങ്ങളോട്, പ്രത്യേകിച്ച് മദീനക്കാരോട് അല്ലാഹു രണ്ട് നിഅമത്തുകളെ എടുത്തു പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയതും. രണ്ടാമത്തത്, നിങ്ങൾ നരകക്കുഴിയിലേക്ക് അടുത്തിരിക്കുന്നവരായിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ, ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് വീഴേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈമാനാകുന്ന ഹിദായത്തിനെ അല്ലാഹു നിങ്ങൾക്ക് ഇട്ടുതന്ന് നിങ്ങളെ ആ നരകക്കുഴിയിൽ നിന്ന് പിടിച്ച് മാറ്റി നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയുണ്ടായി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരുമിച്ച് നിൽക്കുക, ഭിന്നിക്കാതിരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഭിന്നത രൂക്ഷമാണ്. കുടുംബത്തിലെ ഭിന്നത, ഭാര്യ ഭർത്താവ് തമ്മിൽ ഭിന്നത, നാട്ടിലെ ഭിന്നത, മഹല്ലുകളിൽ ഭിന്നത, രാജ്യത്തിൽ ഭിന്നത. ഇന്ന് ഭിന്നത അധികരിക്കുകയാണ്. ഭിന്നത അധികരിക്കുമ്പോൾ അവിടെ അധികാരം ആരുടെ കയ്യിലാകും? ഭിന്നത ഉണ്ടാകുമ്പോൾ അധികാരം പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കും. പിന്നെ പണിയെടുക്കുന്നത് മുഴുവനും പിശാചാണ്, ഇബ്ലീസാണ്. ഭാര്യയും ഭർത്താവും ഭിന്നിച്ചു കഴിഞ്ഞാൽ അവിടെ പിശാചിനാണ് ഉത്തരവാദിത്വം. പിന്നെ പിശാച് അങ്ങോട്ട് പണിയെടുക്കും. ഏതുവരെ? തലാഖ് കൊണ്ടെത്തിക്കുന്നത് വരെ. കുടുംബത്തിലെ അംഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകും. ആ ഭിന്നത ഉണ്ടാകുമ്പോൾ അധികാരം ശൈത്താന്റെ കയ്യിലാകും. ശൈത്താൻ പണിയെടുക്കും. 4 എണ്ണത്തിനെയും 4 തട്ടിലാക്കും. കണ്ട മിണ്ടാത്ത രീതിയിൽ, പരസ്പര സഹകരണമില്ലാത്ത രീതിയിൽ ശത്രുക്കളാക്കി 4 തരത്തിലാക്കി ഭിന്നിപ്പിച്ചു കളയും. അതുപോലെ തന്നെ നാടുകളിൽ, മഹല്ലുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭിന്നതയെ നമ്മൾ ഭയപ്പെടണം, ഭിന്നതയെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ ഗൈബിയായ സഹായം എന്ന് പറയപ്പെടുന്നത് ഒരുമിച്ച് നിൽക്കലിലൂടെയാണ്, ഒരുമിച്ച് നിൽക്കലിലൂടെയാണ്. നോക്കൂ നിങ്ങൾ,
ഒറ്റ ഹദീസ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നിങ്ങളിൽ തൃപ്തിപ്പെടുന്നു. 3 കാര്യങ്ങളിൽ അല്ലാഹു തആല കോപിക്കുകയും ചെയ്യും. ഒന്ന്, അല്ലാഹ് തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങൾ ഏതാണ്? അല്ലാഹ് തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങൾ യർലാലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈഅ. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കും, അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുക. രണ്ടാമത്തതോ വതഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കുക, ഭിന്നിക്കാതിരിക്കുക. മൂന്നാമത്തതോ വഅൻ തനാസഹു മൻ വാലാഹു അല്ലാഹു അമറക്കും. അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നസീഹത്താണ്, സാരോപദേശമാണ്. നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കണം, പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ വളരെ തൃപ്തിയുള്ളവരാണ്. എന്നാൽ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ കോപിക്കും. ഒന്ന്, ഖീല വഖാൽ, അതും ഇതും പറയുക. അടിസ്ഥാനമൊന്നുമില്ല, കേൾക്കുന്നത് ഇങ്ങനെ അടിച്ചു വിടുകയാണ്. അതിന്റെ അന്വേഷണമൊന്നുമില്ല, ശരിയോ തെറ്റോ എന്നൊന്നുമില്ല, ചുമ്മാ അടിച്ചു വിടുകയാണ്. ഖീല വഖാൽ, അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക. രണ്ടാമത്തെ കാര്യം വകസറത്തു സുആൽ, ചോദ്യം അധികരിപ്പിക്കുക, ചോദ്യത്തെ അധികരിപ്പിക്കുക. മൂന്നാമത്തത് ഇളാഅത്തുൽ മാൽ, ധനത്തെ പാഴാക്കി കളയുക, സമ്പത്തിനെ പാഴാക്കി കളയുക. അതിന്റെ സമ്പത്തിനെ ഉപയോഗിച്ച് പാഴാക്കി കളയുക. നല്ലതിന് ഉപയോഗിക്കത്തില്ല, ആവശ്യത്തിന് ഉപയോഗിക്കില്ല, അനാവശ്യത്തിന് ഉപയോഗിച്ച് പാഴാക്കി കളയുക. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിനെ കോപമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും സമൂഹത്തിന്റെ നടുവിലാണല്ലോ നമ്മൾ ജീവിക്കുക, നമ്മൾ താമസിക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗൗരവത്തിലെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അള്ളാഹുവിന്റെ പാർശ്വത്തെ എന്ത് വന്നാലും അതിനെ മുറുകെ പിടിക്കുക, ഭിന്നിക്കാതിരിക്കുക, നന്മയുടെ വക്താക്കളായി കഴിവിന്റെ പരമാവധി തീരുക, നന്മയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, നന്മയെ ആളുകളുടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ സൂക്ഷിക്കുക. തഖ്വയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 1, അള്ളാഹുവിനെ വഴിപ്പെടുക. 2, അള്ളാഹുവിനെ ഓർക്കുക. 3, അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ രേഖപ്പെടുത്തുക, നന്ദി രേഖപ്പെടുത്തുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.